ഹലോ അസ്സലാമു അലൈക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് കറികളെല്ലാം ആക്കി വെക്കുക രാവിലെ തന്നെ, എന്നിട്ട് ബാക്കിയുള്ള പണി ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തൊക്കെയാ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് തേങ്ങ ചേർക്കാതെ ഉള്ള കറികളും തോരനും ഒക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. ആദ്യം നമുക്ക് വെണ്ട മുളകിടാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ ചൂടായതിന് ശേഷം ഒരു നുള്ളു ഉലുവയും ഒരു നുള്ളു കടുകും ഇടുക. അത് പൊട്ടിയതിന് ശേഷം വല്യുള്ളി കട്ട് ചെയ്തത് ചേർക്കുക. ഒരു വല്യുള്ളിയാണ് ചേർത്തത്, വെളുത്തുള്ളി. അത് നല്ലപോലെ ഒന്ന് ചുവന്നതിന് ശേഷം 2 തക്കാളി നല്ലപോലെ വഴറ്റി കൊടുക്കുക. വെണ്ട കട്ട് ചെയ്തത് ഇടുക. ഈ രീതിയിൽ തന്നെ കട്ട് ചെയ്യണം കേട്ടോ. കോഴിക്കോടുകാരുടെ ഒരു സ്പെഷ്യൽ കറിയാട്ടോ വെണ്ട മുളകിട്ടത്. ആദ്യമെല്ലാം എല്ലാ കല്യാണ വീട്ടിലും ഉണ്ടാകുമായിരുന്നു, ഇപ്പോൾ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക, 2 സ്പൂൺ മുളക് പൊടി ഇടുക. എന്നിട്ട് നല്ലോണം അങ്ങ് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. വാളംപുളിയാണ് കേട്ടോ പിഴിഞ്ഞ് വയ്ക്കുന്നത്. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി നല്ലപോലെ പിഴിഞ്ഞിട്ട് ഒഴിക്കുക. ഞാനത് കുറച്ചാണ് ഒഴിച്ചത്. ഞാൻ കുപ്പിയിൽ വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞ് വെച്ചതായിരുന്നു. ഇനി നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചേർത്തത് പഞ്ചസാരയാണ് കേട്ടോ. ഒരു 1/2 സ്പൂൺ പഞ്ചസാര ചേർക്കുക. എൻ്റെ പുളിയും ഇതെല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. കറി റെഡി. ഇനി നമുക്ക് ചേനയും പരിപ്പും വെച്ചിട്ട് ഒരു കറി തയ്യാറാക്കാം. ചേന കട്ട് ചെയ്തിട്ടിട്ട് അതിലേക്ക് ഞാൻ ഉപയോഗിച്ചത് കടലപ്പരിപ്പ് കേട്ടോ. തുവരപ്പരിപ്പും ചേർക്കാം. കടലപ്പരിപ്പ് കഴുകിയിടുക. അതിലേക്ക് ഒരു ഉള്ളി കട്ട് ചെയ്തതാണ് കേട്ടോ. കുക്കറിലേക്ക് ഇടുമ്പോൾ ഉള്ളി നല്ലപോലെ അങ്ങ് വെന്ത് പോകുമല്ലോ, അതാ വലുതാക്കി കട്ട് ചെയ്തത്. ഒരു 4 അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ടിടുക. ഒരു കഷ്ണം ഇഞ്ചി ഇടുക. ഒരു തക്കാളി, ഒരു 5 പച്ചമുളക്. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് മുളക് പൊടി, ഉപ്പ്, ഇനി നമുക്കത് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അല്പം എണ്ണ തൂവി കൊടുക്കുക. ഇത് കുക്കറിൽ നിന്നിങ്ങനെ പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കുക്കർ അടച്ച് വെച്ചൊരു 5 വിസിൽ വരുന്നത് വരെ വേവിക്കുക. ഇവിടെ പരിപ്പും ചേന എല്ലാം നല്ലപോലെ വെന്ത്. ഇനി അതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണേ. പക്ഷെ തേങ്ങ അരച്ച കറീനേയും കാട്ടിയും ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ വെച്ചാൽ. ഇത് ചപ്പാത്തിൻ്റെ കൂടെ എല്ലാം കഴിക്കാം കേട്ടോ. ഇനി നമുക്കത് വറുത്തിടാം. ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് കടുകും കറിവേപ്പിലയും ഇട്ട് തൂമിക്കാം. കറി റെഡി. ഇനി നമുക്കൊരു തോരൻ തയ്യാറാക്കാം.
ഒന്നിലും ഞാൻ തേങ്ങ ചേർക്കുന്നില്ല കേട്ടോ. എല്ലാവരും ഒന്ന് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഉപകാരപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒരു ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. ഇത് കാബേജ് തോരനാണ് കേട്ടോ. തയ്യാറാക്കുന്ന കാബേജ്, വെല്ലുള്ളി, 2 പച്ചമുളക് എല്ലാം കൂടെ ചോപ്പറിൽ ചോപ്പ് ചെയ്തതാണേ. ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. നിങ്ങൾക്കെല്ലാം മഴ ഉണ്ടായിരുന്നു? ഇവിടെ ഇന്ന് വൈകുന്നേരം നല്ല മഴ ആയിരുന്നു കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ടേ. മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ചെറുതായി കട്ട് ചെയ്ത് കിട്ടിയതിനെ കൊണ്ട് കാബേജ് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിലേക്ക് ഞാനൊരു സാധനം കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പിലയിട്ട് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുക. നല്ലോണം ഇളക്കി കൊടുക്കുക. തോരൻ റെഡി. ഇത് ഞാൻ ഫ്രിഡ്ജിൽ ചക്ക വരട്ടിയതെല്ലാം മഴക്കാലത്തേക്ക് സൂക്ഷിച്ച് വെച്ചതാണ് കേട്ടോ. ഇത് ചക്ക വരട്ടിയതാണ്. പിന്നെ ഇവിടുത്തെ തന്നെ നാടൻ മാങ്ങയാണ്. അതെല്ലാം കട്ട് ചെയ്ത് കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ച് വെച്ചതാണ്. എയർ കിടക്കാത്ത രീതിയിൽ റബ്ബർ ബാൻഡെല്ലാം കുടുക്കി വെച്ചിരിക്കുക. അപ്പോൾ ഒന്നും ആവില്ല കേട്ടോ, കുറേ കാലം നിൽക്കും. പിന്നെ ബാക്കിയുള്ളതെല്ലാം സ്കോഷാക്കി വെച്ചു. വെജിറ്റബിളെല്ലാം ബോക്സിലാക്കി വെച്ചു. അങ്ങനെ ഇന്ന് ഒത്തിരി ജോലികളുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ചെയ്തതാണ്. എന്നുവെച്ചാൽ നമുക്ക് പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഞാൻ. മറ്റ് വെജിറ്റബിൾ കട്ട് ചെയ്ത് വെക്കുമായിരുന്നു കുട്ടികളെല്ലാം ചെറുതാകുമ്പോൾ. ഇപ്പം എൻ്റെ മക്കളെല്ലാം വലുതാണ്. കറിവേപ്പില ഒരു കുപ്പിയിൽ, ഉണങ്ങിയ കുപ്പിയിൽ ഇതുപോലെ ഇട്ട് വെക്കുക. നല്ലോണം വെള്ളം പോക്കി ഉണങ്ങിയതിന് ശേഷം മല്ലിയില അതുപോലെ ഇട്ട് വെക്കുക. അപ്പോൾ കുറേ കാലം കേടുവരാതെ നിൽക്കും. ഇത് കുരുമുളക് പൊടിയാണ് കേട്ടോ. എല്ലാം സെറ്റ് ചെയ്ത് ഞാനൊന്ന് കാണിച്ചു തന്നാളുള്ളൂ കേട്ടോ. ഇനി എനിക്കൊരു പണിയും കൂടിയുണ്ട്. ഇതാ ഒരു വിളഞ്ഞ ചക്ക കിട്ടിയിട്ടുണ്ട്. നല്ല മൂത്തതാണ് വരിക്ക ചക്ക. ഇനി ഇത് ഒന്ന് എടുത്ത് വെക്കണം. ഇങ്ങനെ ഓരോ പണിയുണ്ടാവും. മാങ്ങ ഇതാ കേട്ടോ. ഈ മാങ്ങയാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചത്. കൈമേൽ പെട്ടെന്ന് ഇങ്ങ് പോകും. നമുക്ക് പഴുത്ത് കിടക്കുകയാണ്. എനിക്കിങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നൊരു പതിവുണ്ട്. വേറെ ആർക്കെങ്കിലും ഉണ്ടോ അങ്ങനെ? അതല്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തോടെ ചെയ്യുന്ന ജോലികളാണ് കേട്ടോ. അതൊക്കെ ആരും നിർബന്ധിച്ചിട്ട് ചെയ്യുന്നൊന്നുമല്ല. എനിക്കിഷ്ടമാണ് അതൊക്കെ ചെയ്യാൻ. ഇതൊരു തെങ്ങിൻ്റെ കുറ്റിയാണ് കേട്ടോ. ഈ പാമ്പിൻ്റെ ശല്യം വന്നപ്പോൾ പേടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ മണ്ണ് നിറച്ച് അതിൽ ചെടി വെച്ചെടുത്തു. വെണ്ടക്ക മുളകിട്ടും റെഡി, തോരനും റെഡിയായി, ദാലും ചേനയും അതും റെഡിയായി.